കാലവർഷം എത്തിയതോടെ മലയോരത്തെ റബ്ബർ കർഷകർ പ്രതിസന്ധിയിലായി. റബ്ബറിന് മഴ മറയിട്ട് ടാറിംഗ് തുടങ്ങാനൊരുങ്ങിയപ്പോൾ മേഖലയിൽ റബ്ബറിന് കർഷകർ പ്രതീക്ഷിക്കുന്ന വിലയില്ലാത്തത് തിരിച്ചടിയാവുകയാണ്. ശക്തമായ മഴയിൽ ടാപ്പിംഗ് ചെയ്യാനാകാതെ നട്ടം തിരിയുകയാണ് മലയോരത്തെ റബ്ബർ കർഷകർ. റബ്ബർ വില ഉയരുമെന്ന് പ്രതീക്ഷിച്ച് റബ്ബറിന് മഴമറയിട്ട് ടാപ്പിംഗ് തുടങ്ങിയവരും പ്രതിസന്ധിയിലാണ്. സാമ്പത്തികമുള്ളവർ മഴമറയിടുമ്പോൾ മറ്റു ചിലർ തോട്ടങ്ങൾ വെറുതെ ഇട്ടിരിക്കുകയാണെന്ന് പരമ്പരാഗത കർഷകനായ തങ്കച്ചൻ കോയിക്കൽ പറഞ്ഞു. ടാപ്പിങ്ങിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൃഷിക്കാരന് വലിയ കാര്യമായ മെച്ചമൊന്നും അല്ല ഇത്. കാരണം കൂലിയും ചിലവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റെയിൻ ഗാർഡ് ചെയ്തതിൻ്റെ ചിലവ് ഇതെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ലാഭകരമൊന്നുമല്ല. പിന്നെ ഇത് തോട്ടം ഉടമയ്ക്കുമ്പോൾ അതിൻ്റെ കൊടുത്തു കഴിഞ്ഞിട്ട് വാട്ടർ പൈസയും കൊടുത്തു കഴിഞ്ഞിട്ട് കിട്ടുന്നതേ ഉള്ളൂ. പിന്നെ തൊഴിൽ വേറെ ചെയ്യുന്നില്ലാത്തവർക്ക് ചെയ്യുന്നു, അല്ലാതെ കൂലിക്ക് പഴയ പോലെ ടാപ്പ് ചെയ്യാനൊന്നും ആളെ കിട്ടില്ല. ഇപ്പോൾ എല്ലാവരും അവർ പാട്ടം എടുത്തിട്ടോ അല്ലെങ്കിൽ പകുതിക്കൊക്കെ എടുക്കുകയുള്ളൂ. അത് റെയിൻ ഗാർഡ് ചെയ്യുന്ന ചിലവും മറ്റ് ചിലവുമൊക്കെ വെച്ചാൽ ഇപ്പോഴത്തെ വില പോലും ലാഭകരമൊന്നുമല്ല. അത് തന്നെയല്ല, തോട്ടത്തിൽ നിനക്ക് മുടക്കിയ പൈസയുടെ ഒക്കെ വില വെച്ച് വാങ്ങിയ തോട്ടത്തിൻ്റെയൊക്കെ വില വെച്ച് നോക്കിയാൽ അതിൻ്റെ ഒന്നും കിട്ടാനില്ല. മാർച്ചിന് ശേഷം റബ്ബർ വിലയിൽ മാറ്റം വന്നത് കണ്ടാണ് സബ്സിഡി പ്രതീക്ഷിച്ച് മഴക്കാല ടാപ്പിംഗ് സജീവമാക്കാൻ കർഷകർ ഇറങ്ങിയത്. വേനൽക്കാലത്ത് റബ്ബർ ഷീറ്റിന് നേരിയ വില വർദ്ധിച്ച സാഹചര്യം കർഷകർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. ഇതേ തുടർന്ന് മഴക്കാല ടാപ്പിംഗിനു വേണ്ടി റബ്ബർ മരങ്ങളിൽ പ്ലാസ്റ്റിക് മറ ഒട്ടിച്ച കർഷകരാണ് പ്രതിസന്ധിയിലായത്. വൻതോതിൽ പണം മുടക്കി ഷെയ്ഡിട്ടു കഴിഞ്ഞപ്പോൾ റബ്ബറിന് വിലയിടിഞ്ഞു. ഒരു മരത്തിന് പ്ലാസ്റ്റിക് ഒട്ടിക്കുന്നതിനായി 30 രൂപ മുതൽ 50 രൂപ വരെയാണ് കർഷകർ മുടക്കിയത്. പ്രതിസന്ധികളെല്ലാം മറികടന്ന് ഉൽപാദനം ആരംഭിച്ച് ഷീറ്റും ഒട്ടുപാലുമായി കടകളിൽ എത്തിയപ്പോഴേക്കും വില കുറഞ്ഞു തുടങ്ങി. ഏറെക്കാലത്തിനു ശേഷം RSS 4 ഗ്രേഡിന് വ്യാപാരികൾ നൽകുന്ന വില 195-നും 193-നും ഇടയിലും ലോട്ട് റബ്ബറിന് 170 മുതൽ 180 രൂപ വരെയുമാണ്. ഒട്ടുപാലിന് 120 രൂപ മുതൽ 123 രൂപ വരെയാണ് കമ്പോളത്തിലെ വില നിലവാരം. കർഷകരെ സഹായിക്കാൻ സർക്കാരും റബ്ബർ ബോർഡും തയ്യാറായില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാകില്ലെന്ന് റബ്ബർ കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.